ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീനും പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ചട്ടി, ചീനച്ചട്ടിനേക്കാളും നല്ലത് നമ്മൾ മൺചട്ടി വെക്കേണ്ടത്. നമ്മൾ വിചാരിക്കും മീൻ കറിയാണ് മൺചട്ടിയിൽ വെച്ചാൽ നല്ലതെന്ന്. അപ്പോൾ എല്ലാ കറികളും മൺചട്ടിയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകായിരുന്നത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒപ്പം പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വേണ്ട, ഒരുവിധം ഇതായി വരുമ്പോൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണം സബോള അതിലേക്ക് തുടങ്ങാം. പലരും പലയിടത്തും വെച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ വെക്കുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇതിലേക്ക് സബോള എല്ലാം കൂടെ വഴന്ന് നമ്മളൊരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നോക്കാം. സവാള മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് തക്കാളി ഇങ്ങോട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ, ഒരു വലിയ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വയ്ക്കണം. പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഓരോന്നും പശു വെച്ചിട്ടുണ്ട്. പൊടികൾ പച്ചമണം മാറി ഒരു മൂത്ത ഒരു സ്മെല്ല് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗരം മസാലയും
വറ്റി വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ചെമ്മീൻ കളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി നന്നായിട്ട് വറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ കളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി നന്നായിട്ട് വറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡിയായി. ഒന്നും കൂടെ വലിച്ചെടുക്കണമെങ്കിൽ എടുക്കാതെ പപ്പടം കൂടെ കഴിക്കാനായതുകൊണ്ട് ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. സൂപ്പർ ആയിട്ടില്ലേ? വറുക്കാനായിട്ട് വെറുതെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും. ഓക്കെ ബൈ.